വാത്സല്യമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസ് വിചിന്തനത്തിന്റെ 6ാമത്തെ ദിവസമാണെന്ന്. ഈ 6ാമത്തെ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു സദ്വാർത്ത ലൂക്ക 1:20 യഥാകാലം പൂർത്തിയാക്കേണ്ട ഈ വൃത്താന്തം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ ഇന്ന് തുടങ്ങി ഇത് സംഭവിക്കുന്നതുവരെ മൗനിയായിരിക്കും. നിനക്ക് സംസാരിക്കാൻ കഴിവില്ല. ചിലപ്പോഴേ ഞാൻ എന്റെ ജീവിതത്തിലും എന്നോട് പങ്കുവെക്കാൻ ജീവിതാനുഭവങ്ങളുമായിട്ട് വരുന്നവരുടെ ജീവിതത്തിലും കണ്ടുമുട്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. അച്ഛാ, ഒന്നും പറയാനില്ല, എല്ലാം കുഴപ്പമാണ്. ഞാൻ അവർ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ കുഴപ്പം? അച്ഛാ, ജീവിതത്തിൽ ഒരു വികാരമില്ല, എല്ലാം താളപ്പിഴക, എനിക്കിനൊരു പ്രത്യാശയില്ല, എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ യഥാകാലം നടക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഒരു സമയമുണ്ട് മക്കളെ. ആ സമയം അത് ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണ്. ദൈവം അതിക്ക് മുൻപ് ഇടപെടില്ല, ദൈവം അതിന് പിറകിലും ഇടപെടില്ല. തക്ക സമയത്ത് ദൈവം ഇടപെടും. ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോഴ് ഇപ്രകാരം പറഞ്ഞു, ഇതാ സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ച് മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു കാലാവധിയുണ്ട്. ആ കാലാവധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആഗമനകാലം 25 ദിവസത്തിന്റെ കാത്തിരിപ്പാ. അനേക വർഷങ്ങൾ ജനം കാത്തിരുന്നതിന്റെ ഒരു പ്രതീകമാണ് 25 ദിവസം. ക്ഷമയോടെ കാത്തിരിക്കാൻ, തക്ക സമയത്ത് ദൈവം വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ നമുക്ക് വിശ്വാസത്തിന്റെ കരുത്ത് വേണം. കണ്ണുകളിലെ പ്രത്യാശയുടെ വെളിച്ചം വേണം. നമുക്കതിനു വേണ്ടി